ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ്. തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മാത്രമല്ല, ഈ ഒരു ഇഡലി എങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇഡലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതൊക്കെ അളന്നെടുക്കാൻ പോകുന്നത് ഈ ഒരു കപ്പിലാണ്. ഇനി നിങ്ങൾക്ക് കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലുള്ള നാഴിയില്ലേ അതെടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് അളന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാഴിക്ക് 3/4 നാഴിയാണ് എൻ്റെ ഒരു കപ്പ് അളവ്. അത് ഞാനൊന്ന് ക്ലിയറാക്കി തന്നെയാണ്. ഇനി ഈ കപ്പ് തന്നെ എടുക്കണമെന്നില്ല, നാഴി എടുത്താലും മതി, നമുക്ക് ആ ഒരു അളവിൽ എടുത്താൽ മതി. നിങ്ങളെല്ലാം അളക്കുന്നത് നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുക എന്ന് മാത്രം. അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്ന് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് അതേ കപ്പിന് തന്നെ വേണം നമ്മൾ അരി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇഡലി റൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സാധാ പച്ചരി എടുത്താലും മതിയാവും. ഇഡലി റൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ഉരുണ്ടിരിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ചോദിച്ചാൽ മതി, ഇഡലി റൈസ് ചോദിച്ചാൽ മതി. പച്ചരിയേക്കായി കുറച്ചുകൂടി ഉരുണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് ഇഡലി റൈസ്. അപ്പം നമ്മൾ ഒരു കപ്പ് ഉഴുന്നെടുത്തു. ഈ കപ്പിന് ഈ അരി എടുക്കേണ്ടത്, ഇഡലി റൈസ് എടുക്കേണ്ടത് 4 കപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ സെയിം അളവിന് നിങ്ങൾ അളന്നെടുത്താൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ചവ്വരി. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡലി റെഡിയാക്കാൻ പോകുന്നത് ഈ ഒരു ചവ്വരി വെച്ചിട്ടുള്ള ബാറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ അതേ കപ്പിന് തന്നെ ഞാൻ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ആ ചവ്വരി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഇഡലിയാണിത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഒരുപാട് ചേർക്കരുത് കേട്ടോ, 1/4 ടീസ്പൂൺ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരല്പം മതി. ഉലുവ കൂടി ഞാൻ നമ്മുടെ ഇഡലി റൈസിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സോക്ക് ചെയ്യണം. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം, എന്നാലേ ഇത് നന്നായിട്ട് അരഞ്ഞും കിട്ടത്തുള്ളൂ. പെട്ടെന്ന് നല്ല പുളിച്ച് വരണ്ടേ, അങ്ങനെ ആവണമെങ്കിൽ 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല കുതിർന്ന് കിട്ടും. അപ്പോൾ 8 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് വേണം ആദ്യം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് ഉഴുന്നും കുതിർത്ത് വെച്ച് 1 കപ്പ് ഉഴുന്നും ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ആട്ടിയെടുക്കാം. കാരണം നമ്മളിപ്പം ഇഡലിയല്ലേ റെഡിയാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് ലൂസാക്കാൻ പാടില്ല. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഉഴുന്ന് ഇതേ നല്ല സൂപ്പറായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബക്കറ്റാണ്, ഒരു കുഞ്ഞു ബക്കറ്റ്. ഞാൻ ഇതിലാണ് സാധാരണ ഇഡലിക്കും അപ്പത്തിനൊക്കെ ആട്ടി വെക്കാറ്. ബാക്കി വരുന്നത് ഞാൻ ഇതിൽ തന്നെ സൂക്ഷിച്ച് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും നമുക്ക് ഒരു ദിവസം ആവശ്യമില്ലല്ലോ, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ ഈ ബക്കറ്റോട് കൂടി അങ്ങ് ഇറക്കി വെക്കും, ആവശ്യത്തിന് മാത്രമാണ് എടുക്കാറ്. അപ്പോൾ ഉഴുന്ന് അരച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചവ്വരി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവ്വരി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് 3 നിങ്ങൾ 8 മണിക്കൂർ തന്നെ കുതിർത്ത് വെക്കുക കേട്ടോ. ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുക. അപ്പോൾ പിന്നെ നമുക്കെടുത്ത് കഴുകേണ്ട ആവശ്യമില്ല. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതെല്ലാം കുതിർത്ത് വെക്കാൻ വെച്ചത്. ഇനി നമുക്ക് ചവ്വരി കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. ചവ്വരിയുടെ തരിതരിയൊന്നും കാണരുത്, നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ അതേ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചവ്വരി കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നേരത്തെ കുതിർത്ത് വെച്ച് ഇഡലി റൈസ് നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. കാരണം ഇത് തോനെ ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ബാക്കി കൂടി ഒന്ന് അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ഇഡലി റൈസും ഇട്ടു. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നിങ്ങളിപ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ദോശയ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. കാരണം നമ്മൾ പെട്ടെന്ന് ഇഡലി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും പ്രിപ്പയർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് വെള്ളം, ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ചേർക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല പോലെ മിക്സ് ചെയ്യുക. പിന്നെ ചവ്വരിക്ക് പകരം നമുക്ക് ചോറും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ചവ്വരി ചേർക്കുമ്പോൾ ഒരു നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് കൈ കൊണ്ട് കൂടി ഒന്ന് മിക്സ് ചെയ്യാം, എന്നാലേ ഇത് നന്നായിട്ട് വരത്തുള്ളൂ. ഇത് എന്താ പറയുക, കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കുക. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പുളിച്ച് വരത്തുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങളിത് എടുക്കാവൂ. നിങ്ങൾ രാവിലത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു 4 മണിയാവുമ്പോൾ തന്നെ ഇതൊന്ന് എല്ലാം ആട്ടി റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് എടുക്കാമല്ലോ. ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, പുറത്ത് തന്നെ വെച്ചിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 8 മണിക്കൂറോളം വെക്കാൻ പോവുകയാണ്. 8 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിപ്പം വൈകുന്നേരമാണ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ എടുത്തിട്ട് ആവശ്യത്തിനെടുത്ത് കുഴച്ചാൽ മതി. എല്ലാം കൂടെ എടുത്ത് കുഴയ്ക്കരുത്. നിങ്ങളിനി കുറച്ച് മതി, ഇത്രയും നിങ്ങൾക്ക് ആട്ടി വെക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ആട്ടി വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ ഉപ്പ് ഇട്ടിട്ട് കൂടി വെക്കുകയാണെങ്കിൽ നല്ല പുളിച്ച് കിട്ടും, നല്ല സോഫ്റ്റും ആവും. ഞാനിപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇപ്പോൾ ചേർക്കാത്തത്. നിങ്ങളിനി ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ഉപ്പ് ചേർത്ത് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്കിത് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല പോലെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നാളെ രാവിലെ നോക്കാം. അപ്പോൾ എന്തായാലും നേരം വെളുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ നിന്നും ആവശ്യമായിട്ടുള്ള മാവ് എടുക്കാം കേട്ടോ. ഇത്രയും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഞാനിപ്പം ആവശ്യത്തിന് മാവ് ഒരു ബൗളിലോട്ട് എടുക്കാൻ പോവുകയാണ്. ഇനി ബാക്കി വന്ന ഈ മാവ് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനും ഒരു 2 മണിക്കൂർ മുന്നേ എടുത്തിട്ട് മാവൊന്ന് റെഡിയാക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം സവാള, അതുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇഡലി ആണെങ്കിൽ ഒരുപാട് അങ്ങ് കട്ടിയായിരുന്നാൽ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. കുറച്ച് വെള്ളം, അല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. നിങ്ങൾ രാവിലെ എണീക്കുന്ന ഉടനെ തന്നെ ഇത് റെഡിയാക്കിയിട്ട് വെക്കുക, നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇഡലി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ തട്ടിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇഡലി തട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആവി കയറ്റുക. ഇതിപ്പോൾ ഉള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് ഇഡലി ഈ ടിന്നിൽ ഒട്ടി പിടിക്കാതെ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നിങ്ങളിതിലേക്ക് ഇഡലിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാലേ ഇതിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളകി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞു. നമ്മുടെ ഇഡലിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓയിൽ തേച്ച് കൊടുക്കുക. ഞാൻ പാം ഓയിലാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാത്തിലും ഇതുപോലെ ഇഡലിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ആകുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് അറിയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ എടുക്കാണ്ടോ, ഒട്ടും തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല കണ്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഇഡലിയുടെ തട്ടിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇത് നല്ലൊരു ടിപ്പാണ്. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ
ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ശരിക്കും ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കുക. പൂ പോലെ ഇത് ഇളകി വരുന്നുണ്ട്. സാധാരണ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ടല്ലേ ഇളക്കി എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ നല്ലതാ. കണ്ടോ, ഇതിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പോലെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഇഡലിയുടെ സോഫ്റ്റ്നെസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം. ശരിക്കും നല്ല പൂ പോലുള്ള ഇഡലിയാണ്. കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയ ഇഡലിയാണിത്. കണ്ടോ, എത്ര സോഫ്റ്റ് ആണെന്നറിയോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.